നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുടയിൽ വാഹനാപകടങ്ങൾ പെരുകുന്നു. ഇന്നും രണ്ടിടത്ത് വാഹനാപകടം. മുനിസിപ്പൽ പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ബി.എഡ് കോളേജ് വിദ്യാർത്ഥിനികളുടെ രംഗത്ത്. ഇരിങ്ങാലക്കുട രൂപത മെത്രാൻമാർ പോളി കണ്ണുകാടനെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ഡാണാവിൽ വാഹനാപകടം, 2 പേർക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ട്രാഫിക് ലൈനിന് സമീപം കാട്ടൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന ബൈക്കും ചാലക്കുടിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോകുകയായിരുന്ന കോളേജ് വാഹനം കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. പുല്ലൂർ സ്കൂളിന് സമീപം ചാലക്കുടിയിലേക്ക് പോകുകയായിരുന്ന ജയകൃഷ്ണ ബസും പുറകെ വരികയായിരുന്ന മിനി ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ലോറിയുടെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ പാർക്കിന്റെ നവീകരണത്തിന് വിദ്യാർത്ഥിനികളുടെ രംഗത്ത്. ഇരിങ്ങാലക്കുട നമ്പൂതിരിസ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ എം സുരേഷിന്റെയും മാനേജർ ജാദവ് നമ്പൂതിരിപ്പാടിന്റെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ മുനിസിപ്പൽ പാർക്കിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇരിങ്ങാലക്കുട രൂപത മെത്രാൻമാർ ജെയിംസ് പഴയാറ്റിനെ സന്ദർശിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ബിഷപ്പ് ഹൗസിലെത്തിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ബിഷപ്പിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയും പ്രഖ്യാപിച്ചു. കേരളത്തിൽ പുതുതായി നടത്തിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി പദ്ധതികൾ തടയരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള KCB വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഇരിങ്ങാലക്കുടയിൽ സ്വീകരണം നൽകി. CITU ഏരിയ സെക്രട്ടറി VM മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ഏരിയ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.